ഹായ് വ്യൂവേഴ്സ്, വീക്കെൻഡ് ആയല്ലോ. എന്താ ഉണ്ടാക്കാൻ പോകുന്നത്? ഒരു നല്ല ബിരിയാണി ആയാലോ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തലശ്ശേരി ദം ചിക്കൻ ബിരിയാണി. നല്ല രസമാണ്. ഇത് എൻ്റെ ഒരു ഫേവറേറ്റ് ആണ് കേട്ടോ. എനിക്ക് എല്ലാ സൺഡേ ഉണ്ടാക്കിയാലും ഒരു പ്രശ്നമില്ല. എൻ്റെ വീട്ടുകാർക്കും അതെ. തലശ്ശേരി പോയി കഴിച്ചിട്ടുണ്ടോ ഈ ബിരിയാണി? അത് കഴിച്ചിരിക്കുന്നവർക്ക് ഒരിക്കലും അതിൻ്റെ സ്വാദ് മറക്കാൻ കഴിയില്ല. വീട്ടിലും നമുക്ക് ഇത് ഉണ്ടാക്കാം, ഈ അടിപൊളി ബിരിയാണി. ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഞാൻ യൂസ് ചെയ്യുന്ന മെഷർമെന്റ്സ് സ്റ്റാൻഡേർഡ് കപ്പ് ആൻഡ് ടേബിൾ സ്പൂൺ മെഷർമെന്റ്സ് ആണ്. ഒരു കപ്പ് 240 ml കപ്പാണ്. അപ്പൊ ഇതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം. ചിക്കൻ 1 കിലോ തൊലി കളഞ്ഞ് വൃത്തിയാക്കി മീഡിയം സൈസ് ആയിട്ട് കട്ട് ചെയ്തത് വേണം. അരക്കപ്പ് വെളുത്തുള്ളി, നമ്മുടെ നാടൻ ആ ചെറിയ അല്ലിയുള്ള വെളുത്തുള്ളി, അതാണ് ഏറ്റവും ബെസ്റ്റ്. പിന്നെ അരക്കപ്പ് ഇഞ്ചി, 5 മുതൽ 8 വരെ ചെറിയ പച്ചമുളക്, എരിവ് അനുസരിച്ച്. ചിലർക്ക് നല്ല എരിവ് ഇഷ്ടമാണ്. 2 കപ്പ് സവാള അരിഞ്ഞതും വേണം. 2 കപ്പ് വളരെ നേരിയതായിട്ട് അരിഞ്ഞ സവാളയും വേണം പൊരിക്കാൻ. ഈ ഹോൾ സ്പൈസസ് നമ്മുടെ സ്പെഷ്യൽ തലശ്ശേരി ബിരിയാണി മസാലയ്ക്ക് വേണം. പിന്നെ ഈ സ്പൈസസ് ചോറുണ്ടാക്കാൻ വേണം. മെഷർമെന്റ്സ് പിന്നെ പറയുന്നുണ്ട് ഞാൻ. 3-4 ടേബിൾ സ്പൂൺ ഡാൽഡ. പിന്നെ നെയ്യും വേണം. ഗീ 2 ടേബിൾ സ്പൂൺ മസാലയ്ക്ക്, ഒരു 4 ടേബിൾ സ്പൂൺ ചോറിന് വേണ്ടി. 2 വലിയ ടൊമാറ്റോ നല്ല ചുമന്നത് അരിഞ്ഞത്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾ, പിന്നെ ഉപ്പ്. ഞാൻ മസാലക്ക് കല്ലുപ്പാണ് ഉപയോഗിക്കാറ്, ഇതൊരു 1 ടീസ്പൂൺ. പിന്നെ ചോറിന് വേണ്ടി കല്ലുപ്പോ സാധാരണ ഉപ്പോ ഉപയോഗിക്കാം, ഒരു 3 ടീസ്പൂൺ. ഒരു വലിയ പിടി പുതിന, ഒരു വലിയ പിടി മല്ലിയില. ഇത് നല്ല ഫ്രഷ് ആയിരിക്കും. ഒരു ചെറു നാരങ്ങയുടെ നീര് 1 ടേബിൾ സ്പൂണോളം വേണം. 3 ടേബിൾ സ്പൂൺ നല്ല കട്ടിയുള്ള തൈര്. പിന്നെ നമുക്ക് വേണ്ടത് ബിരിയാണി അരി 4 കപ്പ്. തലശ്ശേരി ബിരിയാണിയുടെ പ്രത്യേക രുചി തികച്ചും ഈ കൈമ അല്ലെങ്കിൽ ജീരകശാല അരിന്ന് വരുന്നതാണ്. ഒരു പ്രത്യേക മണവും അതിന്റെ ടേസ്റ്റും വ്യത്യാസമാണ്. ഇതാണ് തലശ്ശേരി ബിരിയാണിക്ക് ഉപയോഗിക്കാറുള്ള അരി. ഇനി ഇത് കിട്ടാനില്ലെങ്കിൽ നമുക്ക് ബസ്മതിയും ഉപയോഗിക്കാം. പിന്നെ പൊരിച്ച ഗാർണിഷിന് ഒരു വലിയ കൈ നിറയെ കാഷ്നട്ട്സും ഒരു കൈ നിറയെ കിസ്മിസും. ഇത് പൊരിക്കാനുള്ള എണ്ണയും വേണം, കുറച്ച് മല്ലിയിലയും വേണം. പിന്നെ നമുക്ക് റോസ് വാട്ടറും മഞ്ഞൾ വേണം. ഇത് സെന്റ് കൊടുക്കാനും കളർ ചെയ്യാനും വേണ്ടിയിട്ട്. അപ്പോൾ ഐറ്റംസ് ഒക്കെ റെഡി അല്ലേ? നമുക്ക് തുടങ്ങാം. അപ്പം ഏറ്റവും ആദ്യം നമുക്ക് പിസ്തയ്ക്കുള്ള സവാള പൊരിച്ചെടുക്കണം. അതാ നേരിയതായിട്ട് അരിഞ്ഞ സവാളയാണ് പൊരിക്കാൻ പോണത്. ഒരു സ്ലൈസർ ഉപയോഗിച്ച് വേണം ഇത് സ്ലൈസ് ചെയ്ത് തിന്നാക്കി എടുക്കാൻ. നമ്മൾ കത്തി വെച്ച് അരിഞ്ഞാൽ ഇത്ര നേരിയതായിട്ട് കിട്ടൂല, അപ്പോൾ ഇത്രയും മൊരിഞ്ഞ് കിട്ടൂല. ചിലരിത് നെയ്യിലാണ് പൊരിച്ചെടുക്കുന്നത്. ഞാൻ ഉപയോഗിക്കുന്നത് സൺഫ്ലവർ ഓയിൽ. പൊരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. സ്ഥിരമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കണ്ട. ഇതൊരു ബാച്ച് ആയിട്ട് പൊരിക്കുന്നതായിരിക്കും നല്ലത്, നല്ല മൊരിഞ്ഞ് കിട്ടാൻ. ആദ്യം കുറെ നേരം എടുക്കുന്ന പോലെ തോന്നും. പക്ഷെ ഒന്ന് ഗോൾഡനായി തുടങ്ങിയാൽ പിന്നെ നല്ലോണം സൂക്ഷിച്ച് ശ്രദ്ധിച്ച് നിൽക്കണം, പെട്ടെന്ന് കറുത്തു പോകും. ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ എണ്ണയിൽ കോരി വലിയ ഇടമുള്ള സ്റ്റെയിൻലെസ് സ്റ്റീൽ സ്ട്രെയിനറിലേക്ക് മാറ്റണം. ഈ സ്പൈഡർ സ്ട്രെയിനർ എന്നൊക്കെ പറഞ്ഞ് കിട്ടുന്നത്, അതിലേക്ക് മാറ്റിയാൽ ശരിക്കും നല്ല ക്രിസ്പായിട്ട് വരും. കുറച്ചു നേരം കഴിയുമ്പോൾ പേപ്പറിൽ വിരിച്ചിട്ടാൽ കുറച്ചു നേരം കഴിയുമ്പോൾ ഇത്തിരി സോഗിയാവും, ആ കംപ്ലീറ്റ് ക്രിസ്പ്നെസ് കിട്ടൂല. അപ്പോൾ ഈ പൊരിച്ച സവാള മാറ്റി വെക്കാം. ഇനി അതേ എണ്ണയിൽ തന്നെ നമ്മുടെ കാഷ്യൂനട്ട്സും കിസ്മിസും പൊരിച്ചെടുക്കാം. കിസ്മിസ് ഇട്ട ഉടനെ അത് പഫ് ചെയ്ത് നല്ല വലുതായി വരും, വേഗം കോരിയെടുക്കാം. കാഷ്യൂനട്ട്സ് ഒരു ഗോൾഡൻ കളർ ആവണ വരെ പൊരിച്ചിട്ട് അതും കോരിയെടുക്കാം. ഇനി നമ്മുടെ സ്പെഷ്യൽ തലശ്ശേരി ബിരിയാണി മസാല ഉണ്ടാക്കാൻ പോവാണ്. ഇതിനു വേണ്ടി ആവശ്യമുള്ള ഹോൾ സ്പൈസസ്. ചട്ടി ചൂടാക്കിയിട്ട് അതിലിട്ട് വറുത്തെടുക്കണം പതുക്കനെ. നമുക്ക് ആവശ്യമുള്ളത് 3 ഗ്രാമ്പൂ, 3 ഏലക്ക, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 1 ടീസ്പൂൺ കുരുമുളക്, 1/4 ടീസ്പൂൺ ജീരകം, 1/4 ടീസ്പൂൺ ഷാഹ് ജീരകം, 1/4 ടീസ്പൂൺ ജാതിക്ക, 1/4 ടീസ്പൂൺ ജാവിത്രി, 2 ചെറിയ കഷ്ണം കറുകപ്പട്ട.
ഈ ചേരുവകൾ ആദ്യം ചേർത്ത് ഒന്ന് ചെറിയ നല്ല മണം വരുന്ന വരെ ഒന്ന് വറുത്തെടുക്കണം. ഇളക്കിക്കൊണ്ടിരിക്കണം, ബ്ലാക്ക് കളർ ഒന്നും വരാതെ. അതിനുശേഷം 1 ടീസ്പൂൺ കശകസ, ഇതിൻ്റെ ഒപ്പം 2 ഉണക്കമുളക്. ഞാൻ കാശ്മീരി ഉണക്കമുളകാണ് ഉപയോഗിക്കുന്നത്. പിന്നെ തക്കോലത്തിന്റെ ഒരു ചെറിയ പീസ്, അതിൻ്റെ ഒരു ചെറിയ ഇതള്. ഈ 3 ചേരുവകളും അവസാനമാണ് ആഡ് ചെയ്യണത്. അത് കഴിഞ്ഞ് വേഗം തന്നെ തീ ഓഫ് ആക്കാം. അപ്പൊ ഞാനിത് ചൂടോടുകൂടി തന്നെ മിക്സിയിലേക്ക് ഇട്ടിട്ട് പൊടിച്ചെടുക്കും. അപ്പോൾ അതാ നമ്മുടെ തലശ്ശേരി ബിരിയാണി മസാലപ്പൊടി റെഡി ആയിരിക്കണം. ഇത് നല്ലൊരു ബിരിയാണി മസാലയാണ്. ഉണ്ടാക്കി വെച്ചാൽ ഇടയ്ക്കൊക്കെ യൂസ് ചെയ്യാം. അടുത്തതായി നമ്മുടെ ചെറിയ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതൊക്കെ കൂടി ഒരുമിച്ച് കല്ലിലിട്ടിട്ട് നല്ല ചതച്ച് പേസ്റ്റ് ആക്കി എടുക്കണം. കല്ലിൽ തന്നെ ചതക്കണം. ഈ മിക്സിയിൽ ഇട്ടാൽ ഈ സെയിം ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. ഇത് നല്ലോണം ചതച്ച് പേസ്റ്റ് ആയതിനു ശേഷം മാറ്റി വെക്കുക. ഇപ്പൊ നമ്മുടെ പൊരിച്ചു വെച്ചിരിക്കുന്ന സവാള ചൂടാറിയിട്ടുണ്ടാവും. ചൂടാറിയപ്പോൾ അതൊന്ന് ക്രിസ്പ് ആയിട്ടുണ്ടാവും. ഇതിന്റെ പകുതി ഭാഗം എടുത്ത് കൈ വെച്ചൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇതിനെ പറയുന്ന ബിസ്ത എന്നാണ്. ഈ ബിസ്ത ചിക്കൻ മസാലക്ക് നല്ല ടേസ്റ്റ് വരുത്തും. തലശ്ശേരി ബിരിയാണിക്ക് ഉപയോഗിക്കുന്ന ഒരു കൂട്ടാണിത്. എൻ്റെ ഈ സ്പൈഡർ സ്ട്രെയിനറിൽ ഞാൻ വെച്ച കാരണം നല്ല ക്രിസ്പ് ആയിട്ടിരിക്കുന്നുണ്ട്. പകുതി ഭാഗം മാത്രം ക്രഷ് ചെയ്യാവൂ, ബാക്കി നമുക്ക് ഗാർണിഷ് ചെയ്യാൻ ഉപയോഗിക്കാനുള്ളതാണ്. ഇത് മാറ്റി വയ്ക്കുക. ഇനി ഒരു വലിയ പ്രഷർ കുക്കറോ ചുവട് കട്ടിയോ ഉള്ള ഒരു വലിയ പാത്രത്തിലേക്കോ ഡാൽഡ ഇട്ടിട്ട് ചൂടാക്കണം. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് വഴറ്റിയെടുക്കണം. സവാള ഒന്ന് സോഫ്റ്റ് ആയതിനു ശേഷം നമ്മൾ ആ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം, ആ പച്ചമണം പോണ വരെ. ബ്രൗൺ ആവാനൊന്നും പാടില്ല. ഇപ്പൊ പച്ചമണം പോയതിനു ശേഷം കഴുകി മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്തിട്ട് നല്ല ചൂട് അടുപ്പത്ത് തീ കൂട്ടി വെച്ചിരിക്കുകയാണ്. അതിൽ ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. പെട്ടെന്ന് ഇളക്കി ഫ്രൈ ചെയ്തെടുക്കണം. അപ്പൊ ചിക്കന്റെ കളറൊക്കെ ഒന്ന് വെളുത്ത് വരും. എല്ലാം യൂണിഫോം ആയിട്ടൊന്ന് വെളുത്ത് വരണം, പിങ്ക് കളർ ഇല്ലാണ്ട്. ഈ സമയത്ത് നമ്മുടെ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. മഞ്ഞൾപ്പൊടിയുടെ ഒപ്പം നമ്മുടെ ബിരിയാണി മസാല ആഡ് ചെയ്യാൻ പോവാണ്. ഒരു 1.5 ടേബിൾ സ്പൂൺ ബിരിയാണി മസാല വേണം. നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ചിലപ്പോൾ ഇത്തിരി കൂടുതലുണ്ടാവും. 1.5 ടേബിൾ സ്പൂൺ, നല്ലൊരു വലിയ 1.5 ടേബിൾ സ്പൂൺ മതിയാവും. ചിലപ്പോൾ നിങ്ങൾക്ക് ടേസ്റ്റ് നോക്കിയിട്ട് കുറച്ച് കൂടുതൽ വേണമെങ്കിൽ ഇടാം. അതൊക്കെ കുക്കിന്റെ ഇഷ്ടം. ഇനി ഇതിലേക്ക് കല്ലുപ്പ് ചേർക്കാം. കല്ലുപ്പ് ആഡ് ചെയ്യണതിന് കാര്യമുണ്ട് കേട്ടോ, ടേസ്റ്റ് ഒന്നും കൂടി കൂടും. പ്രശ്നമില്ലല്ലോ. പിന്നെ നമ്മുടെ തക്കാളി ആഡ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം പുതിനയും മല്ലിയിലയും ചേർക്കാം. ഈ തക്കാളി ആഡ് ചെയ്യണതിൻ്റെ ഒരു കാര്യമുണ്ട്, എപ്പോഴും ചിക്കൻ ഒന്ന് കുക്കായി ഒന്ന് ഫ്രൈ ആയതിനു ശേഷം മാത്രം ഈ തക്കാളി ആഡ് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ചിക്കൻ ഇത്തിരി ബലം പിടിക്കും. അതുപോലെ തന്നെ മല്ലിയും പുതിനയും നല്ല ഫ്രഷ് ആയിരിക്കണം, അല്ലെങ്കിൽ അത് ഉപയോഗിക്കാണ്ടിരിക്കണം നല്ലത്. ഇനി നമ്മുടെ തൈര് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. തൈരിൻ്റെ ഒപ്പം നാരങ്ങ നീരും ഇപ്പൊ ചേർക്കാം. നല്ല മണമായി തുടങ്ങുന്നുണ്ട്. ഇനി മൂടി വെച്ചിട്ട് ചെറിയ തീയിൽ 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. ഞാൻ പ്രഷർ കുക്കർ ഉപയോഗിക്കണില്ല, സാധാരണ മൂടി വെച്ചിട്ടാണ്. എന്നിട്ട് തുറന്നതിന് ശേഷം കുറച്ച് നെയ്യ് ഒഴിക്കണം. ഈ സ്റ്റേജിൽ ആ നെയ്യ് ഒഴിക്കുമ്പോൾ ചിക്കൻ നല്ല സോഫ്റ്റ് ആവുകയും ചെയ്യും, നല്ലൊരു മണവും വരും.
ഇനി മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റും കൂടി ചിക്കൻ നന്നായി കുക്ക്ഡ് ആയിട്ടുണ്ടാവും. ഇതിപ്പോ സാധാരണ നമ്മുടെ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന ചിക്കനാണ്. ഇപ്പൊ നാടൻ കോഴിയാണെങ്കിൽ കുറച്ചും കൂടി നേരം എടുക്കുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു ഇത്തിരി വെള്ളം തെളിച്ചു കൊടുക്കണം കുക്കാവണ വരെ, അടി പിടിക്കണ്ട. ചിക്കൻ നല്ല സോഫ്റ്റായി ടെൻഡർ ആയതിനു ശേഷം ചിക്കൻ്റെ പീസ് മാത്രം ഞാൻ എടുത്ത് മാറ്റണം ആ ഗ്രേവിന്ന്. എന്നിട്ട് ആ ചാറ്, ആ ഗ്രേവി ഒന്ന് നല്ല കുറുകി കട്ടിയായി വരണം. പക്ഷെ അടി പിടിക്കരുത്, ശ്രദ്ധിക്കണം. ഈ ഒരു പരുവത്തിലേക്ക് ആക്കിയെടുക്കണം. നമ്മൾ ചിക്കനിട്ട് ഇത് ഇങ്ങനെ കട്ടി ആക്കാൻ നോക്കിയാൽ അത്രയും നന്നാവൂല, ചിക്കൻ ഉടയുകയും ചെയ്യും. ഇനി എൻ്റെ ഒരു ടിപ്പാണ്, കുറച്ച് കട്ടിയുള്ള തേങ്ങാപ്പാല്. ഈ പാക്കറ്റിൽ നിന്ന് കിട്ടുന്ന തേങ്ങാപ്പാലായാലും കുഴപ്പമില്ല, ആ രണ്ട് സ്പൂൺ ഇട്ട അത് ആഡ് ചെയ്യുമ്പോൾ നല്ല മണവും നല്ലൊരു ടേസ്റ്റും കൂടും. ഇത് അടുത്ത പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതിലേക്ക് ആ മാറ്റിയ ചിക്കൻ തിരിച്ചിടാം. മൂടി വെച്ചിട്ട് ഓഫാക്കി അത് ചൂടാറാൻ മാറ്റി വെക്കുക. അതിനുശേഷം നമ്മൾ ആ ക്രഷ് ചെയ്ത് വെച്ച നമ്മുടെ പിസ്ത ഇപ്പൊ ചേർക്കുക. ഇതൊന്ന് ഇളക്കണം. ഇതാണ് നമ്മുടെ ബിരിയാണിക്കുള്ള ചിക്കൻ മസാല. ഇത് മാറ്റി വെക്കുക. ഇനി നമുക്ക് ബിരിയാണി അരി കുക്ക് ചെയ്യാൻ സമയമായി. തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ 4 കപ്പ് കൈമാരി എടുത്ത് ഒന്ന് കഴുകി അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് ഒന്ന് സ്ക്രബ് ചെയ്തെടുക്കണം. എന്നിട്ട് ഒന്നും കൂടി നന്നായി കഴുകി റിൻസ് ചെയ്തതിന് ശേഷം കുറച്ച് സമയം ഡ്രെയിൻ ചെയ്ത് വെക്കണം. ഒരു പാത്രത്തിൽ 6.25 കപ്പ് വെള്ളം ചേർത്ത് ചൂടാക്കി അതിലേക്ക് 3-4 ടേബിൾ സ്പൂൺ നെയ്യും ചേർക്കുക. ഇതിലേക്ക് നമ്മൾ ഡ്രെയിൻ ചെയ്ത് വെച്ച കൈമാരി ഇട്ടിട്ട് ഒരു പ്രാവശ്യം കൂടി തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്ന ഹോൾ സ്പൈസസ്: 3 ചെറിയ സ്റ്റിക്ക് കറുകപ്പട്ട, 12 ഗ്രാമ്പു, 6 ഏലക്ക, ഒരു ചെറിയ കഷ്ണം തക്കോലം, പിന്നെ ഒരു നുള്ള് പെരിഞ്ചീരകം. അതിലേക്ക് 3 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കാം. കല്ലുപ്പായാലും കുഴപ്പമില്ല, കല്ലുപ്പാണെങ്കിൽ ഞാൻ കല്ലുമ്മലിട്ടൊന്ന് ചതച്ച് പൊടിച്ചിട്ടാണ് ഇടാറ്. തീ കുറച്ച് ഒരു നല്ല ടൈറ്റ് മൂടി കൊണ്ട് അടച്ചു വെച്ചിട്ട് വേവിക്കണം. ഈ ചെറിയ ചൂട്ടില് ഇത് വേവുമ്പോൾ 2-3 പ്രാവശ്യം ഒന്ന് തുറന്ന് ഇളക്കി കൊടുത്താൽ മതി. അടിയിന്ന് കഴിഞ്ഞ ഉടനെ ഒരു ഫോർക്ക് വെച്ചിട്ട് ഒന്ന് ഫ്ലഫ് ചെയ്ത് കൊടുക്കണം, ഈ ചോറൊന്ന് വിടർന്ന് കിട്ടാൻ. അപ്പൊ ഇനി നമ്മൾ ദമ്മ് ചെയ്യാൻ പോകണം. ഇതിനൊരു അടി കട്ടിയുള്ള പാത്രമാണെങ്കിൽ നല്ലത്. വലിയ പാത്രം വേണം, നമ്മുടെ മസാലയും ചോറും ഒക്കെ കൂടി ഫിറ്റ് ചെയ്യാനുള്ള പാത്രമായിരിക്കണം. മൂടി വേണം, നല്ല അടച്ചുറപ്പുള്ളത്. അതൊന്ന് ചെറുതായിട്ട് എണ്ണ വെച്ച് തടവി കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കിയ മസാല, ചിക്കൻ മസാല ഇടാൻ പോവാണ്. ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ പാത്രത്തിന്റെ സൈഡിൽ മുട്ടാതെ അതിന്റെ സെന്ററിൽ മാത്രം ഇടാം. കാരണം ലേറ്റർ നമ്മൾ ഇത് കോരുമ്പോൾ, ആ ബിരിയാണി കോരുമ്പോൾ ചിക്കൻ ഒന്നും ഉടയാണ്ട് കിട്ടും. ഇതിന്റെ മുകളിലേക്ക് പച്ച മല്ലിയില ഒന്ന് ചെറുതായി ചോപ്പ് ചെയ്തത് അതൊന്ന് വിടർത്തിയിടാം. എന്നിട്ട് അതിന്റെ മുകളില് നമ്മൾ ഉണ്ടാക്കിയ ചോറ്, ആ ഫ്ലഫ് ചെയ്ത് വെച്ച നല്ല ലൂസായ ചോറ് 1/4 ഭാഗം ഇതിന്റെ മുകളിലേക്ക് ഇടാം. ചെറുതായി ഒന്ന് പാറ്റ് ചെയ്ത് കൊടുക്കുക, ഒന്ന് ഒരു ലെയർ സ്മൂത്ത് ആക്കാൻ വേണ്ടി. ആവി കയറുമ്പോ അത് നന്നായിരിക്കും. ഇതിന്റെ മുകളിൽ ഇത്തിരി നെയ്യ് ഒന്ന് വിടർത്തിയിടാം. എന്നിട്ട് മഞ്ഞളും റോസ് വാട്ടറും കൂടി മിക്സ് ചെയ്തതാണ് ഞാൻ ഈ ഒഴിക്കണത്. ഇത് നാച്ചുറൽ സെന്റും നാച്ചുറൽ കളറും കൊടുക്കും. നല്ല രസമാണ് നമ്മുടെ ബിരിയാണിക്ക്. ഇതിലേക്ക് നമ്മൾ ഗാർണിഷിന് വെച്ച പൊരിച്ച സവാള കുറച്ച് ഇട്ടിട്ടുണ്ട്. അതിന്റെ മുകളിൽ കുറച്ച് ബിരിയാണി മസാലപ്പൊടിയും സ്പ്രിങ്കിൾ ചെയ്തിട്ടുണ്ട്. പിന്നെയും കുറച്ച് മല്ലിയില, എന്നിട്ട് ബാക്കിയുള്ള അരി. ഇപ്പൊ അരി ഇടുമ്പോ ശ്രദ്ധിച്ചില്ലേ, ഇത്തിരി കട്ടായിട്ടൊന്നുമല്ല കിടക്കുന്നത്, നല്ല ലൂസായിട്ട് ഫ്ലഫി ആയിട്ടാണ് ചോറ് എടുക്കുന്നത്. കുറച്ച് അരി മാറ്റി
മാറ്റി വെക്കുക. കുറച്ച് കുക്ക് ചെയ്ത് ആ ചോറ് മാറ്റി വെക്കുക. ഇത് നമ്മൾ ഒടുവിൽ സെർവ് ചെയ്യുമ്പോൾ മുകളിൽ ആ വെള്ള അരി കിടക്കണ കാണാൻ നല്ല ഭംഗിയാണ്. തലശ്ശേരി ബിരിയാണി കുറച്ച് വെളുത്താണല്ലോ ഇരിക്കുന്നത്. ഇനി വീണ്ടും കുറച്ച് നെയ്യ് ഒഴിക്കാം. ബാക്കിയുള്ള നമ്മുടെ റോസ് വാട്ടർ, മഞ്ഞൾ, ആ മിക്സ്ചർ ഒഴിക്കാം. കുറച്ച് പൊരിച്ച സവാള, കുറച്ച് മല്ലിയില, ഇതൊക്കെ കൂടി മുകളിൽ ഒരു ലെയർ സ്പ്രെഡ് ചെയ്യാം. ഇനി നമ്മൾ ദമ്മ് ചെയ്യാൻ വേണ്ടി മാവ് കുഴയ്ക്കണം. അത് സാധാരണ ചപ്പാത്തിക്ക് കുഴക്കണ പോലെ തന്നെ ഉണ്ടാക്കിയാൽ മതി. എന്നിട്ട് ഒരു കട്ടിയുള്ള റോപ്പ് ആക്കി ഉണ്ടാക്കണം. മൂടി ഞാൻ അപ്സൈഡ് ഡൗൺ ആയിട്ട് വെച്ചിട്ട് ഈ മാവ് ഇതിന്റെ ചുറ്റും ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിപ്പിക്കാൻ പോവുകയാണ്. നല്ല ടൈറ്റ് ആയിട്ട് പ്രസ് ചെയ്ത് മൂടിമുല് പിടിപ്പിക്കണം. അതിനുശേഷം ഈ മൂടി നേരെ മറ്റേ സൈഡിൽ നേരെ വെച്ചിട്ട് പ്രസ് ചെയ്യണം. അപ്പൊ ആ ഗ്യാപ്പ് ഒക്കെ അങ്ങോട്ട് സീലാവും. എന്നിട്ട് കൈ വെച്ചിട്ടൊന്നും പ്രത്യേകം ശ്രദ്ധിക്ക്, വേറെ ഗ്യാപ്പ് ഒന്നുമില്ലല്ലോ, ആവി പുറത്തേക്ക് പോവാൻ പാടില്ല. ഒരു പഴയ തവ വെച്ചിട്ട് അടുപ്പത്ത് വെച്ച് ചൂടാക്കാം. ഇതിന്റെ മുകളിലേക്ക് ബിരിയാണി പാത്രം വെച്ചിട്ട് ഒരു മീഡിയം ചൂട്ടിൽ ഒരു 10-15 മിനിറ്റ് വരെ ഒന്ന് ആവി കയറ്റണം. ഒരുപാട് സമയം വെക്കരുത്, കാരണം അടിയിൽ മസാല അടി പിടിക്കും. നിങ്ങൾക്ക് ഓവൻ ഉണ്ടെങ്കിൽ ഇത് ഓവനിൽ വെച്ച് ബേക്ക് ചെയ്യാവുന്നതാണ്. ഓവനിൽ വെക്കുകയാണെങ്കിൽ ഒരു 20-30 മിനിറ്റ്സ് വരെ ബേക്ക് ചെയ്യാം. ഇത് ചെക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ ആ മാവില്ല, അതിങ്ങനെ ഉറച്ചു വരും, നല്ല കട്ടിയായിട്ട് ഉറച്ചു വരും. കുറച്ചു നേരം അങ്ങനെ വെക്കാം ചൂടാറാൻ വേണ്ടി. അതിനുശേഷം ഇത് ഇങ്ങനെ കട്ട് ചെയ്ത് മാവ് ഗ്യാപ്പ് ഒക്കെ കളഞ്ഞ് നല്ല മണമുള്ള ബിരിയാണിയാണ് കേട്ടോ. ഞാൻ ഈ വീഡിയോ വളരെ ഇഷ്ടപ്പെട്ടോട് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. സ്നേഹത്തോടുകൂടി ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പൊ നമുക്ക് വിളമ്പാൻ ആദ്യം ഒരു നല്ല ഫ്ലാറ്റ് തവി കൊണ്ട് സൈഡിൽ നിന്ന് ചോറ് മാത്രം ഒന്ന് ഇളക്കി കൊടുക്കുക. അടിയിലത്തെ മസാല തൊടാതെ ചോറ് ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് ഈ ചോറ് മാത്രം എടുത്ത് മാറ്റി വേറൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റി കോരി വെക്കണം. ചോറ് മുഴുവൻ ഒരു സൈഡിലേക്ക് ആക്കിയതിന് ശേഷം ഇനി നമ്മുടെ ചിക്കൻ മസാല മറ്റേ സൈഡിൽ ഇടാൻ പോവുകയാണ്. എന്നിട്ട് ഇത് വിളമ്പാൻ വേണ്ടി കുറച്ച് ചിക്കൻ മസാല ആദ്യം പ്ലേറ്റിലിട്ടിട്ട് ചോറ് മുകളിൽ ഇതിങ്ങനെ പൊതിയണം. ഇങ്ങനെയാണ് ഒരു തലശ്ശേരി സ്റ്റൈല്. ഒന്ന് പൊതിഞ്ഞിട്ട് ഒന്ന് സ്മൂത്താക്കി ഒരു മൗണ്ട് പോലെ ആക്കണം. അതൊന്ന് സ്മൂത്ത് ആയതിനു ശേഷം നമ്മൾ ആ മാറ്റി വെച്ച വെള്ള ചോറ് അതിന്റെ മുകളിലൊന്ന് വിടർത്തി കൊടുക്കാം. അപ്പൊ നല്ലൊരു കളറും വരും. ഇതിന്റെ മുകളിലേക്ക് നമ്മൾ പൊരിച്ച കാഷ്യൂനട്ട്സ്, കിസ്മിസ്, പൊരിച്ച സവാള അല്ലെങ്കിൽ ചെറിയുള്ളി ഇതും കൂടിയിട്ട് ഗാർണിഷ് ചെയ്യാം. കുറച്ച് മല്ലിയില. നമ്മുടെ സൂപ്പർ നല്ല ടേസ്റ്റുള്ള തലശ്ശേരി ബിരിയാണി, ചിക്കൻ ദം ബിരിയാണി റെഡി ആയിരിക്കണം. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, എന്നിട്ട് എന്നോട് പറയേ എങ്ങനെ ഉണ്ടായിരുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.